പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലജി അബിയും കൂടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണല്ലോ അബിക്ക് കോള് വരുന്നത്. അപ്പം നവിക്ക് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ കോള് കട്ട് ചെയ്ത ശേഷം ജലജനോട് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ജലജയ്ക്ക് ആകെ ദേഷ്യമാണ്. അപ്പോൾ നിനക്കിപ്പോൾ അവളുടെ കാര്യമാണല്ലോ, നീ അവളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പറയുകയാണ്. എന്തായാലും അബി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയാണെങ്കിലും ദേവയാനിനോട് പറയാണ്, ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ഏത് സമയവും പ്രസവം നടക്കും, അപ്പോൾ ചേച്ചിനോട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ദേവയാനി പറയുന്നുണ്ടായിരുന്നു അവളിപ്പോൾ ഒന്നും അറിയണ്ടെന്ന് പറയാണ്. പിന്നീട് അബിയാണെങ്കിലും മാറ്റിയിട്ട് നവിയുടെ അടുത്തേക്ക് പോകാനായിട്ട് വരുമ്പോൾ നയനയും ദേവയാനി അവിടെ നിന്ന് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ നയനയോട് പെട്ടെന്ന് അങ്ങ് മാറി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിനോടും നവിക്ക് പെയിനൊക്കെ തുടങ്ങി ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അബി പോകുന്നത്. അപ്പോൾ നയനയാണെങ്കിലും ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ അമ്മയെ പറഞ്ഞത്, ചേച്ചിക്ക് പെയിൻ തുടങ്ങിയല്ലേ, അപ്പോൾ ഏത് സമയം ഇങ്ങനെ പ്രസവം നടക്കുമല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്കും ഹോസ്പിറ്റലിലേക്കൊക്കെ പോവേണ്ടി വരും എന്നൊക്കെ നയന ദേവയാനിനോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും നവ്യനോട് പറയണ്ടെന്ന് പറയാണ്. അപ്പോൾ അബിയാണെങ്കിലും അങ്ങനെ നല്ലോണം നവ്യനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമാധാനത്തിലും കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിക്കും ആകെ വിഷമമുണ്ട് നവ്യയുടെ കാര്യമൊക്കെ ഓർത്തിട്ട്. പിന്നീട് നവ്യനെയാണ് കാണിക്കുന്നത്. നവ്യക്ക് നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും നവ്യയുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കനകയുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ് കേട്ടോ. നവ്യാണെങ്കിലും സഹിക്കാൻ പറ്റാത്ത പെയിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് അബി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും കൂടെ പിടിച്ചിട്ട് നവ്യനെ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. ഗോവിന്ദനോടാണെങ്കിലും വരണ്ടെന്ന് പറയാണ്. ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ നവ്യക്ക് പെയിൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഗോവിന്ദേട്ടൻ വരണ്ട, ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചോളാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ അവർ 3 പേരും കൂടെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അവർ പോകുന്നു നോക്കി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നയനേനെയും ദേവയാനിനെയും ചന്തുമോളെയൊക്കെ തന്നെയാണ്. ചന്തുമോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവയാനി നയനയും കൂടെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതിനെ അവിടെ വന്നിട്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങാണ്ടോ കിടന്ന ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊഞ്ചിക്കേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെയാണ് കേട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവൾക്ക് ബമ്പർ ലോട്ടറി ആണല്ലോ ഇപ്പം അടിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ആദ്യം ആ ബമ്പർ ലോട്ടറി അടിച്ചത് നിനക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എങ്ങോട്ടോ കിടന്ന നിന്നെയും അച്ഛൻ ഇവിടെ ഇങ്ങനെ അവരുടെ മകളായിട്ട് കൊണ്ടുവന്ന് വളർത്തല്ലായിരുന്നോ, എന്നിട്ട് അതിൻ്റെ ഒരു ഇതുപോലും ഇങ്ങനെ മറ്റുള്ളവരോട് കാണിക്കുന്നില്ലല്ലോ, അപ്പൊ നിനക്കാണ് അങ്ങനെയുള്ള ആളുകളോട് ഇങ്ങനെ കൂടുതൽ കരുണ ഉണ്ടാവേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന കാണുമ്പോഴും അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതുവരെ ഒന്നും കിട്ടാതെ കിടന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഭക്ഷണം കിട്ടിയപ്പോൾ കഴിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, മോളെ കണ്ടാൽ അങ്ങനെ ഭക്ഷണം കിട്ടാതെ വളർന്ന കുട്ടിയാണെന്നൊന്നും തോന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ജലജ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പൊ ചന്തുമോളോട് നയന പറയുന്നുണ്ടായിരുന്നു, മോൾ ഇത് കണ്ടൊന്നും പേടിക്കേണ്ട കേട്ടോ, മോൾക്ക് ഞങ്ങളെയൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പം നയനി അതുപോലെ തന്നെ ദേവയാനിയും കൂടി ചന്തുമോളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആദർശ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഒരു കുഞ്ഞില്ലാത്ത വീട്ടിലേക്ക് ഒരു കുഞ്ഞ് വന്നപ്പോൾ അമ്മയും നയനയൊക്കെ അങ്ങനെ ആ കുഞ്ഞിനെ സ്നേഹിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ സത്യം അറിയുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നൊക്കെ അങ്ങനെ ഓർത്തുകൊണ്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പൊ ദേവയാനി ആദർശിനെ കാണുന്നുണ്ടായിരുന്നു. നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്ന് മോളെ ഒന്ന് എടുക്കുമെന്ന് പറയും. അപ്പോൾ ചന്ദ്രമോളെ വന്നിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ്. എന്നിട്ട് മോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോൾക്ക് കളിപ്പാട്ടം വേണമെന്ന് ചോദിക്കും. അപ്പോൾ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയി വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ട് വേണം ആദർശേട്ട വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലാതെ തന്നെ വാങ്ങിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ചന്തുമോളെ കൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നൈനമോൾക്ക് ഇങ്ങനെ കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ ആദർശനാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് നവ്യനെ തന്നെയാണ് കാണിക്കുന്നത്. നവിക്ക് നല്ല പെയിനാണ്, അതുകൊണ്ട് തന്നെ ലേബർ റൂമിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ലേബർ റൂമിലേക്ക് കയറ്റുന്നതിന് മുന്നേ തന്നെ നവ്യ അബിനോട് പറയുന്നുണ്ടായിരുന്നു, അബി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നവ്യനെ അങ്ങ് ലേബർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അതിനുശേഷം അബി ഇങ്ങനെ ആകെ ടെൻഷൻ നിൽക്കുന്ന കാണുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, മോൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു വേണ്ട, എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല അബി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ലേബർ റൂമിലേക്ക് കയറ്റുന്നതിന് മുന്നേ അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്ത ഇതായി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മോൻ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. പിന്നീട് അത് അങ്ങനെ അബി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇപ്പോഴും അവളോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല, അമ്മ ഇപ്പോഴും പഴയ പടി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ കനക പറയും, അതൊന്നും സാരമില്ല, മോൻ്റെ അമ്മ അവളെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മോനിപ്പോൾ നന്നായിട്ട് അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതി എന്ന് പറയാണ് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് റൂമിലിരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശനോടാണെങ്കിലും ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ നയന ഒരു തെറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ അവൾ ഇങ്ങനെ ആ തെറ്റ് തുറന്നു പറയാത്തതിനാണ് ഞാൻ അവളെ ഒരുപാട് ഇങ്ങനെ സങ്കടപ്പെടുത്തിയത്, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും അത് മറച്ചു വെക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നയനയോട് എന്തായാലും തുറന്നു പറയണം എന്നാണ് കേട്ടോ ആദർശ് പറയുന്നത്.
അത് പറഞ്ഞേ പറ്റുള്ളൂ മുത്തശ്ശ എന്ന് പറയുമ്പോൾ നയനമോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ നീ അവളെ സങ്കടപ്പെടുത്തി, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതിലൊരു തെറ്റുണ്ടായിരുന്നു. ഇത് അതുപോലെയല്ലല്ലോ. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലൊരു കുട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യം മോൾ അറിയാതെ തന്നെയാണ് നല്ലത് എന്ന് പറയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ ഇപ്പോൾ അന്വേഷിച്ചറിയാത്തത് ചന്തുമോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് അതിൻ്റെ പിറകെ പോവാത്തത്. എന്തായാലും നമുക്ക് സാവധാനം എല്ലാം കണ്ടുപിടിക്കാം, എന്നിട്ട് അതിനുശേഷം അങ്ങനെ നയനിനോടൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ്റെ തീരുമാനം അതാണ്. അപ്പോൾ ആദർശിനോട് നയനിനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ ഒരു വഴക്കുണ്ടാവും എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അതുകൊണ്ട് പറയണ്ട എന്ന് പറയുമ്പോൾ ആദർശനാണെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല നയനിനോട് പറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആണെങ്കിലും അനി വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്ദു മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പോലും ഇത്ര കറക്റ്റായിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല, അവൻ എന്ത് കറക്റ്റായിട്ടാണ് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തതെന്ന് ഇങ്ങനെ ഓർക്കുകയാണ്. അതിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് എല്ലാവരും ദേവയാനി ഇനായനൊക്കെ നന്ദുവിനെ ഉപദേശിച്ചിരുന്നല്ലോ, അനിയുടെ പിറകെ പോകരുത്, അനി വിളിച്ചാൽ കോൾ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കറക്റ്റ് സമയത്ത് തന്നെ അനിയുടെ കോളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കൊരു സമാധാനം ആവുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് എടുത്തല്ലോ സമാധാനം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദു ചോദിക്കുകയാണ്, അനി നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ കാര്യം പറയാനൊന്നല്ല, ഇവിടെ നടക്കുന്ന വലിയ കാര്യങ്ങളും നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴാണ് എന്ത് പറയാനാണെന്ന് ചോദിക്കുന്നത് നന്ദു. അപ്പോൾ പറയും, നിൻ്റെ ചേച്ചീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, പെയിൻ വന്നിട്ട്, എന്തായാലും ഇന്ന് തന്നെ നിൻ്റെ ചേച്ചി ഒരു അമ്മയാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയും. ചേച്ചിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു. ആ സമയത്ത് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുഴപ്പം മുഴുവൻ എനിക്കാണെന്ന് പറയൂട്ടോ, എനിക്ക് ജോലിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല, നീ ഒരു ദിവസമെങ്കിലും എൻ്റെ കോൾ എടുക്കണം, എന്നാലേ എനിക്ക് ജോലിയിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്നാൽ പിന്നെ അഭിയേട്ടൻ്റെ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും ഉണ്ടാവുന്നത്, നിൻ്റെ ഏട്ടൻ നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ അങ്ങ് പുറത്താക്കിക്കോട്ടെ, എനിക്ക് അബീനെ പോലെ അത്യാഗ്രഹമൊന്നുമില്ല, എങ്ങനെയൊക്കെ ജീവിച്ച് പോകണം, 3 നേരം വീട്ടിൽ നിന്ന് എന്തായാലും ആഹാരം കിട്ടും, പിന്നെ മറ്റു ചിലവിനൊക്കെ ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുന്ന പോലെ വല്ല ഡെലിവറി ബോയ് ആയിക്കോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ കേൾക്കുമ്പോൾ നന്ദുനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ ഇങ്ങനെ എന്നെ ഞാൻ വിളിക്കുമ്പോൾ എന്തായാലും കോൾ എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനിയാണെങ്കിലും കോൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് അബിയാണെങ്കിലും കനകയാണെങ്കിലും ലേബർ റൂമിൻ്റെ മുന്നിൽ തന്നെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആദർശും നയനും കൂടെ അവിടേക്ക് വരുന്നത്. അപ്പം നയനയ്ക്കാണെങ്കിലും ആകെ സംശയമാണ് കേട്ടോ, ചന്തുമോളുടെ കാര്യം എങ്ങാനും കനകയോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ള ആ ഒരു സംശയം ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയും. പിന്നീട് വന്നിട്ട് നവിയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അബീനെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ കനകേനോട് അമ്മേനോട് എങ്ങാനും ചന്തുമോളുടെ കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അബി പറഞ്ഞിട്ടില്ല, അത് പറയാൻ പറ്റുന്ന കാര്യമില്ലല്ലോ എന്ന് പറയും. അപ്പോഴേക്കും നവിയുടെ ഹസ്ബൻഡ് ആരാന്ന് ചോദിച്ചിട്ട് നവിയുടെ പ്രസവം കഴിഞ്ഞു, ആൺകുഞ്ഞാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തും അത് പറയുന്നതിന് മുന്നേ അബി മനസ്സിലോർക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കണേ എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അബി പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, അമ്മയും കുഞ്ഞൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ജ്വല്ലറിയിലുള്ളവർക്കും ഹോസ്പിറ്റലിലുള്ളവർക്കും ഒക്കെ മധുരം കൊടുക്കണ്ടേ, നമുക്കതൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരാം എന്ന് പറയാണ്. എന്തായാലും നീ ഭാഗ്യവാനാണ്, മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ആദ്യ അച്ഛനായത് നീ തന്നെയാണല്ലോ എന്നിങ്ങനെ പറയാണ്. പിന്നീട് അവർ സ്വീറ്റ്സ് വാങ്ങാനായിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഏട്ടൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്, മൂർത്തി മുത്തച്ഛൻ്റെ കൊച്ചുമക്കളിൽ ആദ്യ അച്ഛനായത് ഏട്ടൻ തന്നെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുത്തെന്ന് വെച്ചിട്ട് എനിക്ക് ആ കുഞ്ഞുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാണ്. അപ്പോൾ ഏട്ടന് എൻ്റെ മുന്നിലെങ്കിലും ചിലപ്പോൾ അത് തുറന്ന് സമ്മതിക്കേണ്ടി വരും, സത്യമൊക്കെ പുറത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കുത്തി പറയാണ് കേട്ടോ അബി. അപ്പോൾ ആദർശാണെങ്കിലും അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആദർശിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.